എല്ലാം ശരിയായി നടക്കാൻ ഞാൻ ഒരുപാട് പ്രയത്നിച്ചതാ സ്വാമിജി. എന്നാൽ എല്ലാം വിഘ്നമായി പോയി. തോറ്റുപോയി ഞാൻ. തോറ്റവരുടെ വാക്കുകൾ കേൾക്കുവാൻ എനിക്ക് സമയമില്ല. ധൈര്യം കൈവിടാതിരിക്കുക. അന്തിമ യുദ്ധത്തിന്റെ സമയത്ത് എന്തുണ്ടാകുമെന്ന് കണ്ടറിയാം. എന്തൊക്കെ സംഭവിച്ചാലും, 1000 അഗ്നി പരീക്ഷണങ്ങൾ വന്നാലും നിന്നിലൊരു വിശ്വാസമുണ്ടായിരുന്നു. ഇന്നെന്തു പറ്റി നിനക്ക്? നീ ഒരു തോറ്റു കണ്ണുനീർ പൊഴിക്കുന്ന വംശത്തിലുള്ളവളല്ല, തോൽവിയെ തോൽപ്പിക്കുന്ന കുലത്തിലുള്ളവളാണെന്ന് നീ മറന്നുപോയോ? തോൽവിയേക്കാൾ മരണമാണ് ശ്രേഷ്ഠമെന്ന് എന്നും കരുതിപ്പോന്ന കുലത്തിൽ പിറന്നവളായ നീ തോൽവിയിൽ കുരുങ്ങിക്കിടക്കുന്നു. ഞാനിനി എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല സ്വാമി. അങ്ങ് പരമേശ്വരന്റെ ദൂതന. ഞാൻ എന്ത് ചെയ്യണമെന്ന് അങ്ങ് തന്നെ പറഞ്ഞു തരൂ. യുദ്ധക്കളം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. യുദ്ധകാഹളവും മുഴങ്ങി. പൈശാചിക ശക്തികൾ നിന്റെ പിന്നാലെ വന്നു തുടങ്ങി. ഇനി നടക്കാൻ പോകുന്നത് യുദ്ധം. ദുഷ്ടർക്കും ശിഷ്ടർക്കുമിടയിൽ യുദ്ധം. ബാബാ, 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 ബാബാ. ദിഗ്വിജയ, എന്തുപറ്റി? ഈ മുറിവ് എങ്ങനെ സംഭവിച്ചു? മുറിവ് സാരമില്ല, ജീവൻ തിരിച്ചു കിട്ടിയല്ലോ ബാബാ. എന്താ, എന്തുപറ്റി? നാഗറാണി. നാഗറാണി? ആ നാഗറാണി വേറെ ആരുമല്ല ബാബാ, എന്റെ മരുമകളാ. എന്താണ് ഈ പറയുന്നത്? നീ ഈ പറഞ്ഞു വരുന്നത് അവൾ എന്റെ മരുമകളെ ഞാൻ നാഗറാണിയുടെ രൂപത്തിൽ കണ്ടിട്ടാണ് വരുന്നത്. സാംബശിവനെയും സാമ്രാട്ടിനെയും കൊന്നത് അവളാ. ത്രിവിക്രമനെ കൊന്നുകളഞ്ഞതും അവള് തന്നെയാണ്. ഈ വീട്ടിൽ നാഗിനി ഉണ്ടെന്നുള്ളത് സത്യമോ? അവള് മനുഷ്യരൂപമെടുത്ത് നിങ്ങൾക്കിടയിൽ ജീവിക്കുന്നുണ്ടെന്നുള്ളതും സത്യമോ? ആ ഇച്ഛാധാരി നാഗറാണിയാണോ നിന്റെ മരുമകൾ? അതെ ബാബാ, സംശയങ്ങളെല്ലാം ശരിയായിരിക്കുന്നു. അടുത്തത് ഞാനാണ് ബാബാ. ഇനി എന്റെ ഊഴമാണ്. അവള് അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ബാബാ. ഞാനൊരു പൊട്ടൻ. മരണത്തെ സന്തോഷത്തോടെ സ്വീകരിച്ച് മകന്റെ കൈ പിടിച്ചു കൊടുത്ത് അവളെ വീട്ടിലേക്ക് സ്വീകരിച്ചു കൊണ്ടുവന്നു. അവസാനിച്ചു, എല്ലാം അവസാനിച്ചു. ആ നാഗറാണി പ്രതികാരം ചെയ്തിരുന്നെങ്കിൽ നീ ഇപ്പോൾ എന്റെ മുമ്പിൽ വന്ന് നിൽക്കുമായിരുന്നില്ല. ഇതിനോടകം തന്നെ നിന്നെ അവൾ വകവരുത്തുമായിരുന്നു. ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോളൂ ദിഗ്വിജയ. ആദിശേഷനെ കൊന്ന നിന്നെ കൊല്ലുകയാണ് അവളുടെ പ്രഥമ ലക്ഷ്യം. നാഗമാണിക്യം നേടുക എന്നത് അവളുടെ രണ്ടാമത്തെ ലക്ഷ്യം മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഞാനാണ് ഇതൊക്കെ ചെയ്തതെന്ന് അവൾക്കറിയില്ലേ? അറിയില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിന്റെ മരണമുറപ്പ്. ബാബാ, എനിക്ക് എന്തെങ്കിലും ഒരു ശക്തി തരൂ. അവളെ എനിക്ക് കൊന്നു കളയണം. അവളെ നാഗമാണിക്യം സ്വന്തമാക്കാൻ വരുന്നതിന് മുന്നേ എനിക്ക് അവളെ കൊല്ലണം ബാബാ. എനിക്ക് ശക്തി തരൂ ബാബാ. നീ വിഡ്ഢിത്തം പറയാതിരിക്കൂ ദിഗ്വിജയ. നീ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ മരണത്തെ വിളിച്ചു വരുത്തുന്നതിന് തുല്യമായിരിക്കും. വരുന്ന കാർക്കോടക അമാവാസിയുടെ അന്ന് നാഗമാണിക്യം ഭൂമിയിലെത്തിയിട്ട് 24 വർഷം പൂർത്തിയാകും. അപ്പോൾ അതിന് സമ്പൂർണമായ ശക്തി വരുന്നതാണ്. നീ അത് നേടിക്കഴിഞ്ഞാൽ പിന്നെ നിന്നെ ആർക്കും ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല.
ഇല്ല എങ്കിൽ നാഗറാണി നിന്നെ ഇല്ലാതാക്കും. കാർക്കോടക അമാവാസി വരെ നിന്റെ ജീവൻ നീ തന്നെ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. അതിനുശേഷം ആ നാഗമാണിക്യം നിന്നെ രക്ഷിക്കും. എന്നുവച്ചാ നിങ്ങൾ പറയുന്നത് സത്യം. ആകാശത്തിലെ സൂര്യചന്ദ്രന്മാരെ പോലെ സത്യം. ഇത് ആ 24 സംവത്സരങ്ങൾ അടങ്ങിയിരുന്ന ദുഷ്ടശക്തികൾ എഴുന്നേറ്റ് വരുന്ന സമയമാണ്. ഇതാ ദുഷ്ടക്കൂട്ടങ്ങളുടെ കണ്ണിൽ പെട്ടുകഴിഞ്ഞാൽ ധക 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 എന്ന് കത്തിയെരിയുന്ന സമയം. വരുന്ന കാർക്കോടക അമാവാസിയുടെ ദിവസം സകല ദുഷ്ടശക്തികളും സംഗമിക്കുന്ന ദിവസം. അന്നാണ് നിന്റെ ജീവിതത്തിലെ അന്തിമ യുദ്ധം. അന്ന് നാഗമാണിക്യം നിന്റേതായാൽ, അതിന്റെ ശക്തി നിനക്ക് ലഭിച്ചാൽ എല്ലാ കഷ്ടങ്ങളിൽ നിന്നും നിനക്ക് മുക്തി ലഭിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ കഷ്ടം. നല്ല ശക്തി വിജയിച്ചാൽ ലോകത്തിന് തന്നെ നന്ദി. ഇല്ലെന്നുണ്ടെങ്കിൽ ലോകത്തിന്റെ നാശം. സ്വാമിജി, എല്ലാ ദുഷ്ടശക്തികളും കൂടെ ഒരുമിച്ച് ഞങ്ങളെ ആക്രമിച്ച ഞങ്ങൾ എങ്ങനെ പോരാടും? നാഗമാണിക്യം നേടിയിട്ട് നാഗലോകത്തേക്ക് തിരിച്ചു പോകുന്നത് എങ്ങനെയാ? നിന്റെ കൂടെ ആദിശേഷൻ ഉള്ളപ്പോൾ എന്തിനാണ് ഈ ഭയം? എന്നാൽ അവന് പൂർവജന്മത്തിലെ ഓർമ്മകളില്ലല്ലോ സ്വാമി. ശാപം. സത്യം സത്യത്തിന്റെ ഇടയിൽ ചുമരായി നിൽക്കുന്നു. ഇതിനിടയിൽ ആ പരമേശ്വരൻ വന്നു പറഞ്ഞാലും അവൻ ഒന്നും മനസ്സിലാവില്ല. നിനക്ക് മാത്രമേ അവനിലെ പൂർവകാല ഓർമ്മകൾ തിരികെ കൊണ്ടുവരുവാൻ സാധിക്കുകയുള്ളൂ. പോകൂ, നിനക്ക് മാത്രമേ അത് സാധ്യമാവൂ. പോയിക്കൊള്ളുക. എന്റെ വീട്ടുകാരുടെ മരണത്തിന് ഞാൻ തന്നെ കാരണമായല്ലോ. എന്റെ പ്രണയം നേടാൻ വേണ്ടി ഞാൻ എല്ലാവരെയും നഷ്ടപ്പെടുത്തി. എന്താ സാറേ ഇത്? ഇവിടെ ഇരിക്കുവായിരുന്നോ? ഞാൻ എവിടെയൊക്കെ നോക്കിന്നറിയോ? നോക്കി നടന്ന് വയ്യാണ്ടായി. ഇതെന്താ, കരയുമായിരുന്നോ? എന്തു പറ്റി? ഒന്നുമില്ല. അല്ല അജിത്, വെറുതെ ആരും ഇങ്ങനെ ഇരുന്ന് കരയില്ലല്ലോ. അത് മാത്രല്ല, ആണുങ്ങൾ ഇങ്ങനെ ഇരുന്ന് കരയില്ല. എഴുന്നേറ്റേ. നിനക്ക് കാര്യമായി എന്തോ വിഷമമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് ഭാര്യയില്ല. എല്ലാവരും എന്നെ വിട്ടുപോയി. നീ ഒന്ന് സമാധാനിക്ക അജിത്. നിന്റെ എല്ലാവരും നിന്നെ വിട്ടുപോയി. എന്നാൽ നീയോ എന്റെ പ്രണയത്തിനായി ഇപ്പോഴും ഇവിടെ നിൽക്കുന്നു. ഐ ലവ് യു. എന്റെ എല്ലാമായവർ എന്നെ വിട്ടുപോയത് ഗരുഡ ലോകത്തേക്കല്ല, മരണത്തിന്റെ ലോകത്തിലേക്ക്. അതിനെല്ലാം കാരണമായത് നിന്റെ നാത്തോൻ ശിവാനിയ. നിന്റെ എല്ലാവരും നിന്നെ വിട്ടു പോയിട്ടും നീ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ എന്നെ എന്തുമാത്രം പ്രണയിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിന്റെ വീട്ടുകാര് നിന്നെ സ്നേഹിക്കുന്ന പോലെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാൽ നിന്റെ വേദന മാറാനായിട്ട് ഞാൻ ഏതറ്റം വരെയും പോകും. എന്റെ മനസ്സിൽ എത്ര വേദനയുണ്ടോ അത്രയും ഭയവും ഉണ്ട്. എന്റെ ലോകത്തുള്ളവരാണെങ്കിൽ എന്നെ തേടി എപ്പോ വേണമെങ്കിലും വന്നേക്കാം. ഷെടാ, അതിന് നീ പോയില്ലെന്ന് പറഞ്ഞ ആര് കൊണ്ടുവന്ന നിന്നെ? നീ വന്നേ. നോക്ക്, ആര് വന്നാലും നിന്നെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല.
ചേച്ചി ഒന്ന് വേഗം വന്നേ, ഓടിവാ. അയ്യോ, ഇതെന്തു പറ്റിയതാ? എസ്റ്റേറ്റിൽ നിന്ന് വരുന്ന വഴിക്ക് ഒന്ന് കാല് തന്നെ വീണതാ. എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? അതുപോലെ ശിവാനി എസ്റ്റേറ്റിന് അവിടേക്ക് വന്നിരുന്നു, അവളെ കണ്ടിരുന്നോ? ഇല്ല. ഇതെന്തു പറ്റി അങ്കിളിന്? ഓ അതോ, എസ്റ്റേറ്റിന്റെ അവിടെ എവിടെയോ വീണത്രേ. ദാ ചേച്ചി. എവിടെ പോയാലും എന്നെയും കൂട്ടുന്നത് മുതലാളി. ഇതിപ്പോ ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. വേറെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? അങ്കിൾ ഒരുപാട് മുറിഞ്ഞിട്ടുണ്ടോ? ഏയ് കുഴപ്പമില്ല മോളെ, ഒന്നുമില്ല. അല്ല, അളിയന്റെ മുറിവ് കണ്ടിട്ട് നല്ല ആഴത്തിലാണെന്ന് തോന്നുന്നു. സാർ, നമസ്കാരം സാർ. എൻ്റെ പേര് അഭിലാഷ് എന്നാണ്, ഇൻഷുറൻസ് ഏജന്റാ. നിങ്ങളുടെ മകൻ ത്രിവിക്രമന്റെ പേരിൽ ഒരു പോളിസി എടുത്തിരുന്നില്ലേ? അതിന്റെ ഡോക്യുമെന്റ്സിൽ കുറച്ച് സിഗ്നേച്ചർ വേണമായിരുന്നു. ഇപ്പൊ വയ്യ, ഞാൻ നാളെ നിങ്ങളെ വിളിച്ചോളാം. തൽക്കാലം പോയിക്കാം. നാഗറാണിയെ ഞാൻ എന്റെ മകന് കല്യാണം കഴിച്ചു കൊടുത്ത് വിഷം ചീറ്റുന്ന നാഗത്തിന്റെ വായിൽ എന്റെ മകന്റെ തല വെച്ചു കൊടുത്തല്ലോ. ആദിശേഷനെ കൊന്നത് ഞാനാണ്. നാഗമാണിക്യം തട്ടിയെടുത്തതും ഞാനാണ്. ഇക്കാര്യം അവൾ അറിയുന്നത് വരെ മാത്രമാണ് എന്റെ ആയുസ്. അങ്കിൾ, ത്രിവിക്രമന്റെ മരണം നിങ്ങളെ ശല്യം ചെയ്യുന്നു. അതിന്റെ വേദനയിലെ അങ്കിളെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മരണം നമുക്കെല്ലാം കിട്ടുന്ന അവസാനത്തെ ബഹുമാനമല്ലേ? നമ്മള് വേണ്ട വേണ്ടെന്ന് പറഞ്ഞാലും മരണം മാത്രം വാ വാ എന്ന് വിളിച്ചുകൊണ്ടിരിക്കും. പാവം, ആ ഇൻഷുറൻസുകാരൻ വന്ന് കാത്തിരിക്കുക. ഇതാ, ഇതിലൊരു സൈൻ ചെയ്തേക്ക്. ശിവാനി, നീ എവിടെ പോയിരുന്നു? ഞാൻ എസ്റ്റേറ്റിലോട്ട് വെറുതെ ഒന്ന് കറങ്ങാൻ വേണ്ടി പോയിരുന്നു. എസ്റ്റേറ്റിൽ തന്നെ ആയിരുന്നോ അതോ പുറത്തെവിടെയെങ്കിലും ആയിരുന്നോ? അങ്കിൾ, നമ്മുടെ എസ്റ്റേറ്റ് മുഴുവൻ ചുറ്റിക്കറങ്ങാൻ ഒരു ദിവസം മുഴുവൻ വേണ്ടി വരും. പിന്നെ പുറത്തേക്ക് എങ്ങനെ പോകാൻ സാധിക്കും? എസ്റ്റേറ്റിന് പുറത്ത് നാഗവനം ഉണ്ടല്ലോ, അവിടെ ഒരു ക്ഷേത്രമുണ്ട്. അവിടേക്ക് എങ്ങനെയാണോ നീ പോയത്? അങ്ങോട്ടേക്കെല്ലാം ഞാനെന്തിനു പോണ അങ്കിൾ? അതുകൊണ്ടല്ല മോളെ, അവിടെ കൊടിയ വിഷമുള്ള പാമ്പുകളുണ്ട്. ഒരു പാമ്പിനും എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അങ്കിൾ. പാമ്പ് മനുഷ്യരെ പോലെ ദുഷ്ടരല്ല. പാമ്പുകളുടെ കാര്യത്തിൽ നമ്മൾ കുറച്ച് സൂക്ഷിക്കണം മോളെ. പാമ്പാരെയും വെറുതെ ഉപദ്രവിക്കില്ല അങ്കിൾ. എന്നാ അതിനെ ആരെങ്കിലും ശല്യപ്പെടുത്തിയ വെറുതെ വിടില്ല. നമ്മൾ എന്തിനാ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? ഇതാ, സൈൻ ചെയ്യ്. അങ്കിൾ,
എന്തു പറ്റി? ഇത് അങ്കിൾ. ഞാൻ ഈ ഡോക്യുമെന്റ്സ് എല്ലാം ശരിയാണോ എന്ന് ഒരിക്കൽ കൂടി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പിന്നെ സൈൻ ചെയ്തോളാം മോളെ. മോളിപ്പിക്കാം. ശരി അങ്കിൾ. ഞാൻ ആരാണെന്ന് നീ മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ നിന്നെ ഞാൻ ഇല്ലാതാക്കോടി. ഒന്ന് കളയും നിന്നെ. ഇനി മുതൽ ആർക്കും ഒരു ലോകത്തുള്ളവർക്കും ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല. നീ എന്നോടൊപ്പം തന്നെ ഉണ്ടാവും. അത് ശരി, നീ ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്ന് വിഷമിക്കുന്നതിലും ഭേദം നിനക്ക് എന്റെ വീട്ടിൽ വന്നൂടെ? എന്റെ ഏട്ടത്തി നല്ലവളാ. ആ നല്ലവളാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഇല്ലാതാക്കിയത്. എന്റെ ഏട്ടനും നല്ലവനാണ്. അവനും നാഗമാണ്. നിന്റെ ചേട്ടനും ചേട്ടത്തിയും എന്നെ കുറിച്ച് അറിഞ്ഞാൽ പിന്നീട് അവർ എന്റെ ഉള്ളിലെ പ്രണയം കാണില്ല, ഗരുഡനെയെ കാണും. ഇപ്പൊ നമ്മുടെ പ്രണയത്തിന്റെ കാര്യം വീട്ടിൽ പറയാൻ നിൽക്കണ്ട. സമയവും സന്ദർഭവും ഒക്കെ നോക്കിയിട്ട് പിന്നെ പറഞ്ഞാ മതിയല്ലേ? നിന്റെ പ്രണയം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നാലും എടുത്തിയാടി ഇങ്ങനെ വീട്ടിലേക്കൊക്കെ വരാൻ പറയുമ്പോ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എനിക്കും കുറച്ച് സമയം വേണം. നീ എത്ര സമയം വേണേലും എടുത്തോ, എത്ര തവണ വേണേലും ആലോചിച്ചോ. എന്നാൽ നിന്റെ തീരുമാനം എന്തായാലും അതെന്നെ സന്തോഷിപ്പിക്കുന്നതായിരിക്കണം. ഞാൻ അത് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ഓക്കെ, നാളെ നമുക്ക് അമ്പലത്തിൽ വെച്ച് കാണാം. ജയ് ഭോലേനാഥ്. അറിയാമായിരുന്നു നീ വന്നേ മതിയാകൂ എന്നെനിക്കറിയാമായിരുന്നു. തെറ്റുപറ്റി സ്വാമിജി, എനിക്ക് തെറ്റുപറ്റി. അങ്ങ് പറഞ്ഞോന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. അത് മനസ്സിലാക്കാൻ ഞാൻ പ്രയത്നിച്ചുമില്ല. അങ്ങയുടെ വാക്ക് ധിക്കരിച്ചു പോയതിന് അങ്ങനോട് ക്ഷമിക്കും. ധിക്കരിച്ചത് നീയല്ല, ദിക്കുകൾ തെറ്റിച്ചത് ആ ശാപമാണ്. പറഞ്ഞത് ഞാൻ, പറയിപ്പിച്ചത് ആ പരമേശ്വരൻ. സ്വാമിജി, അങ്ങ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവില്ല. ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് സത്യമാണോ? എന്റെ സ്വപ്നത്തിൽ വന്നത് സത്യമാണോ? എന്റെ കൺമുമ്പിൽ സംഭവിക്കുന്നത് സത്യമാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് ഞാനാണെന്ന് എനിക്ക് തോന്നുന്നേയില്ല. ദയവ് ചെയ്ത് എന്റെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം താ. പറയ്, ഞാൻ ആരാ? ഇതെന്റെ പുനർജന്മമാണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ പിന്നെ പൂർവ്വജന്മത്തിൽ ഞാൻ ആരായിരുന്നു? എനിക്കവിടെ എന്താ പറ്റി? ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നത്? ആ ദിവസം നിങ്ങൾ പറഞ്ഞ ഒന്നും തന്നെ ഞാൻ അത്രയ്ക്ക് സീരിയസ് ആയിട്ട് എടുത്തില്ല. പക്ഷെ എനിക്കിപ്പോ ഒന്നും മനസ്സിലാവുന്നില്ല. നോക്ക്, നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് വിശ്വസിക്കാനും പറ്റുന്നില്ല, വിശ്വസിക്കാതിരിക്കാനും പറ്റുന്നില്ല. എനിക്കൊരു ഉത്തരം താ. ഇപ്പോൾ ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഉത്തരം നിന്റെ കാതിൽ വീണാലും വീണ്ടും നിനക്കതൊരു ചോദ്യമായി മാറും. പുനർജന്മത്തിന്റെയും പിന്നെ പൂർവജന്മത്തിന്റെയും ഇടയിൽ ഒരു ശാപത്തിന്റെ മതിലുണ്ട്. നീ അത് ചാടിക്കടക്കാതിരുന്നാൽ സത്യദർശനം നിനക്ക് വിദൂരമായിരിക്കും. എന്ത് ശാപത്? ആരുടെ ശാപത്? എല്ലാം നിനക്ക് മനസ്സിലാകുന്ന ദിവസം വരും. ഇനി 2 ദിവസങ്ങൾക്കുള്ളിൽ വരുവാൻ പോകുന്ന കാർക്കോടക അമാവാസിയുടെ അന്ന് നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കുന്നതാണ്. കാർക്കോടക അമാവാസി പൂർണ്ണമാകുന്നതിനു മുൻപേ നിന്റെ ശാപത്തിന്റെ മതിലിടിഞ്ഞു വീഴും.
സത്യം ജയിച്ച് ദുഷ്ടർ തോൽക്കുന്ന ദിവസം. ജയ് ഭോലേനാഥ്.